ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൊണ്ട് നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയുടെ റൂമിൽ സുധീഷ് കിടക്കാതിരിക്കാനായി രാജീവും അരുണും ശ്രമിച്ചുവെങ്കിലും അവരുടെ പ്ലാൻ പൊളിച്ചടുക്കി സുധീഷ് നിധിയുടെ റൂമിൽ കിടക്കാനായി പോവുകയാണ്. നിധി കൂടെ ഇരിക്കുന്നത് കൊണ്ട് സുധീഷിനെ തടയാൻ അവർക്ക് കഴിയുന്നില്ല. തുടർന്ന് റൂമിലേക്ക് വന്ന സുധീഷ് സന്തോഷത്തോടുകൂടി ചുറ്റും നോക്കി ബെഡിലിരുന്ന് മനസ്സിൽ പറയുകയാണ്, തന്തയും മോനും എനിക്കിട്ട് പണിയാൻ നോക്കിയതാ, ആ പണി പാളി. ഇത്രയും പെട്ടെന്ന് ഇത് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് ഞാൻ ഉറങ്ങാൻ പോകുന്നത് നിധിയുടെ റൂമില്, അവളുടെ കട്ടിലില്. വിശ്വസിക്കാനാകുന്നില്ല. അങ്ങനെ പാട്ടും പാടിയും ബെഡിലേക്ക് കിടക്കുന്ന സുധീഷ് പറയുകയാണ്, അയ്യോ ഇത് സത്യമായിരിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും കാണുന്ന സ്വപ്നമായിരിക്കും. അയ്യോ ഞാൻ ഇപ്പോഴും ആ നശിച്ച വീട്ടിൽ സുഭാഷേട്ടനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണോ? അങ്ങനെ കയ്യിൽ നുള്ളി നോക്കി പാട്ടും പാടി ബെഡിലേക്ക് കിടക്കുന്ന സുധീഷ് കാണുകയാണ്. സുധീഷിന് കിടക്കാനായി തറയിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണല്ലേ. മുറി ഒന്നാണെങ്കിലും ഉറക്കം രണ്ട്. സാരമില്ല, എന്തായാലും ഒറ്റ മുറി വരെ എത്തിയല്ലോ, ബാക്കി എത്തുമായിരിക്കും. തുടർന്ന് നിധി അവിടേക്ക് വരുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, വരൂ വരൂ. നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ലെങ്കിലും ഇയാളുടെ മുറിയിലേക്ക് കയറാൻ ഞാനെന്തിനാ തന്നെ ക്ഷണിക്കുന്നത്? അച്ഛന്റെയും ചേട്ടന്റെയും ഒക്കെ സംസാരം കഴിഞ്ഞു ആവോ? നിധി പറയുകയാണ്, സംസാരമൊന്നും ഉണ്ടായില്ല, വെറുതെ ഓരോന്ന്. എന്തായാലും സുധീഷിനെ കുറ്റം പറഞ്ഞൊന്നുമില്ല. എന്റെ ഭാഗ്യമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി വാതിലടച്ച് കുറ്റിയിടാനായി തുടങ്ങിയിട്ട് ആലോചിച്ച് നിൽക്കുകയാണ്. ഇത് കണ്ട് സുധീഷ് പറയുന്നു, കുറ്റിയിട്ടോളൂ കുറ്റിയിട്ടോളൂ. അല്ല ഇനി അച്ഛനും ചേട്ടനും ഒന്നും കടന്നു വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, അത് ശരിയാണല്ലോ, ചോറില് വിഷം കലക്കി തരണോ അതോ കാറ് കയറ്റി കൊല്ലണോന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്താ പെറുപെറുക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ ഒന്ന് പതറി സുധീഷ് പറയുകയാണ്, അല്ല കുറച്ച് നാളുകൾക്ക് ശേഷം സംഭവിച്ച റീയൂണിയൻ അല്ലേ, അവർക്ക് പറയാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, ചിലപ്പോ ഇനിയും വന്നുകൂടായികയില്ലല്ലോ എന്ന് ഞാൻ പറയുകയായിരുന്നു. ഇത് കേട്ട് നിധി പറയുന്നു, ഏതായാലും ഇന്നിനി വരാൻ പോകുന്നില്ല, ഇനി 4-5 ദിവസം ഉണ്ടല്ലോ. AC ഉള്ളത് കൊണ്ട് നല്ല തണുപ്പ്, ഒരു ബെഡ്ഷീറ്റ് തരുമോ? ഞാൻ പോതച്ച ഇവിടെ കിടന്നോളാമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി സുധീഷിന് ബെഡ്ഷീറ്റ് എടുത്തു കൊടുത്ത് ബെഡിലേക്ക് ഇരുന്നിട്ട് ചോദിക്കുന്നു, സുധീഷിന് താഴെ കിടക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ സുധീഷ് പറയും. നിധി ചോദിക്കുന്നു, സുധീഷിന് വേണമെങ്കിൽ കട്ടിലിൽ കിടക്കാം, ഞാൻ താഴെ കിടന്നോളാം. അവൾ സുധീഷ് പറയുകയാണ്, അതൊന്നും വേണ്ട, എനിക്ക് ഇവിടെ തന്നെ കംഫർട്ടബിൾ ആണ്, AC ഒക്കെ ഉണ്ടല്ലോ, സുഖമായിട്ട് കിടന്നുറങ്ങും. നിധി അവിടെ കിടന്നു. നിധി ചോദിക്കുന്നു, ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? ഓഫ് ചെയ്തോന്ന് സുധീഷ് പറയുമ്പോൾ നിധി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാനായി കിടക്കുകയാണ്. സുധീഷ് തറയിലേക്കും ഉറങ്ങാനായി കിടക്കുന്നു. നിധി ഉറങ്ങിയൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഇപ്പോഴല്ലേ വന്ന് കിടന്നത്, അതിനുള്ളിൽ എങ്ങനെ ഉറങ്ങുക? ഞാനൊന്ന് ചോദിക്കട്ടെ, ദേഷ്യപ്പെടുമോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അത് സുധീഷിന്റെ ചോദ്യം അനുസരിച്ചിരിക്കുമെന്ന് നിധി പറയുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, നിധിക്ക് പേടിയില്ലേ? എന്തിനാ ഞാൻ പേടിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല നമ്മുടെ വീട്ടില് നിധിയുടെ റൂമിലേക്ക് വാതിൽ കടന്ന് ഞാൻ അകത്തേക്ക് വന്നാലേ അയ്യോ സുഭാഷേട്ടാന്ന് വിളിച്ച് ബഹളം വെക്കും. ഇവിടെ ഇപ്പം ഒരേ മുറിയില് അതും റൂമൊക്കെ ലോക്ക് ചെയ്ത് എന്റെ കൂടെ ഇവിടെ കിടക്കുന്നു. നിധി പറയുകയാണ്, ഹലോ ഇതെന്റെ അച്ഛന്റെ വീടാ, ഇവിടെ എന്റെ അച്ഛനും ചേട്ടനും എല്ലാവരും ഉണ്ട്. അങ്ങനെയൊന്നും സുധീഷിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കേട്ട് സുധീഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്തിനാ ചിരിക്കുന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, നിധി പറഞ്ഞതുപോലെ ഞാൻ നിധിയെ എന്തെങ്കിലും ചെയ്താലും നിധി എന്ത് പറഞ്ഞ കരയുമെന്ന് ആലോചിക്കുകയായിരുന്നു. അയ്യോ എന്റെ ഭർത്താവ് എന്റെ കൂടെ ഒരേ മുറിയിൽ കിടക്കുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയമുണ്ട്, അങ്ങനെ പറഞ്ഞ കരയുമോ? ഇത് കേട്ട് ചിരി അടക്കി പിടിച്ചു കിടക്കുകയാണ് നിധി. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, അത് വിചാരിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു പോയതാ. അവൾ നിധി പറയുകയാണ്, സുധീഷിനോടുള്ള ഭയമൊക്കെ എന്റെ പോയി, സംസാരിക്കാതെ ഉറങ്ങാൻ നോക്ക്. അങ്ങനെ തിരിഞ്ഞു കിടക്കുന്ന നിധി പൊട്ടിച്ചിരിക്കുകയാണ്. സംശയത്തോടുകൂടി എഴുന്നേറ്റിരുന്ന് എത്തി നോക്കുന്ന സുധീഷ് കാണുകയാണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന നിധിയെ. ചിരിച്ച് തലയാട്ടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, നിധിക്ക് നല്ല മാറ്റമുണ്ട്. റൂമിനകത്ത് കാല് കുത്തുന്നത് പോലും ഇഷ്ടമില്ലാത്ത ആൾ ഇപ്പോഴും റൂമിലേക്ക് ക്ഷണിച്ചു വരുത്തി കിടത്തിയിരിക്കുന്നു. അടുത്തത് ആ കട്ടിലിൽ എങ്ങനെയെങ്കിലും കയറണം, അതാണ് അടുത്ത ടാസ്ക്. ഒരു ഭാഗത്ത് അമ്മായിയച്ഛനും അളിയനും ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിലും അവര് കാരണമാണ് നിധി ഇന്ന് തന്നെ റൂമിൽ വിളിച്ചു കിടത്തിയത്. ഇതുകൊണ്ട് തന്നെ അവരെന്നോട് ചെയ്യുന്ന ദ്രോഹമൊക്കെ അങ്ങ് ക്ഷമിക്കാം. എഴുന്നേറ്റിരുന്ന നിധി ചോദിക്കുന്നു, സുധീഷിന് വെള്ളം വല്ലതും വേണോ? സുധീഷ് പറയുകയാണ്, എന്താ നിധി ഇത്? ദോ ആ ബോട്ടിലുണ്ട്, അത് മതിയല്ലോ. ഇത് കേട്ട് നിധി പറയുകയാണ്, ഓക്കെ എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, പിന്നെ ഡ്രസ്സിംഗ് റൂം ആ ഭാഗത്താണ്, അത് യൂസ് ചെയ്തു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ശരി നോ പ്രോബ്ലം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിധി ഉറങ്ങിക്കോ. ഇത് കേട്ട് നിധി കിടക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, നേരം വെളുക്കുന്നത് വരെ ഈ റൂം വിട്ട് പുറത്തേക്ക് പോകില്ല ഞാൻ ഈ റൂമിന് പുറത്തേക്ക് കാല് വെച്ചാൽ അവർ രണ്ടുപേരും കൂടി എന്നെ കൊന്നുകളയും. അവൾ നിധി പറയുകയാണ്, എന്റെ അച്ഛനും ചേട്ടനും സുധീഷിനോടുള്ള ദേഷ്യം മാറി. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, അതെ അതെ അവർക്കിപ്പോ എന്നോട് ഒരു ദേഷ്യമില്ല. സ്നേഹമുള്ള അമ്മായിയച്ഛൻ, സ്നേഹമുള്ള അളിയൻ, എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന അമ്മായിയമ്മ, എന്ത് നല്ല വീടാ. ഇത് കേട്ട് നിധി ചോദിക്കുകയാണ്, ഹലോ എന്താ ബന്ധങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞതല്ല, നിധിയുടെ അച്ഛൻ പറഞ്ഞതാ. എന്നോട് എന്തൊരു സ്നേഹമാണെന്ന് കണ്ടില്ലേ? അച്ഛനോട് പോയി ചോദിക്ക്, ഞാൻ
ഞാൻ ചുമ്മാതെ പറഞ്ഞതാ. എന്തുപറ്റി? ഉറക്കം വരുന്നില്ലേ? സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. പുഞ്ചിരിച്ച നിധി പറയുകയാണ്, ഉറങ്ങണം. പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ റൂമിൽ കിടക്കുകയല്ലേ, അതാ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഇത് കേട്ട് സുധീഷ് പറയുന്നു, നിധി ഇയാള് ശരിക്കും ഒരു പാവമാണ് കേട്ടോ. ഈ മുറിയും സൗകര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴാ ഇയാൾ എന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. AC, സൂപ്പർ ബെഡ്, പളപളാന്നുള്ള ടൈൽസ്. ഈ റൂം വിട്ട് പുറത്തേക്ക് പോകണ്ടാത്ത അവസ്ഥയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്റെ വീട്ടിൽ ഇതൊന്നുമില്ല. അവിടെ നിധി അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിധിയുടെ റൂമെല്ലാം കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് തന്നെ ഇതേപോലെയുള്ള ഒരു റൂം നിധിക്ക് വേണ്ടി പണിയണം. AC, ബെഡ്, നിധി എന്ത് ചോദിച്ചാലും ശരി എല്ലാം റെഡിയാക്കി തരാം. ഇത് കേട്ട് നിധി പറയുകയാണ്, അതൊന്നും വേണ്ട സുധീഷ്, അവിടെ ജനല് തുറന്നിട്ടാൽ തന്നെ നല്ല കാറ്റ് വരും. AC ഒന്നും വേണ്ട. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അതൊന്നും നിധി പറയണ്ട, ഞാൻ AC വാങ്ങി വെക്കാൻ പോവാ. ഇത് കേട്ട് നിധി പറയുന്നു, ശരി AC വാങ്ങിച്ചു വെച്ചോ, പക്ഷെ റൂമില് വേണ്ട, ഹാളിൽ വെച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും AC-യിൽ ഇരിക്കാലോ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അതാണ് എന്റെ നിധിയുടെ മനസ്സ്. ഞാൻ നിധിക്ക് മാത്രം AC വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ നിധി ആഗ്രഹിക്കുന്നത് എല്ലാവരും AC-യിൽ ഇരിക്കണമെന്ന. നിധി വേറെ ലെവലാ. ഇത് കേട്ട് നിധി പറയുകയാണ്, മതി മതി, വന്നത് മുതൽ ഓവറായിട്ട് പുകഴ്ത്തുകയാണല്ലോ, എന്താ ട്രൈ ചെയ്യുന്നത്? സുധീഷ് പറയുകയാണ്, ഞാൻ സത്യം പറഞ്ഞതാ നിധി. ഇത് കേട്ട് നിധി പറയുന്നു, ശരി ശരി, ഞാൻ വിശ്വസിച്ചു. ഇവിടെ സുധീഷിനെ എല്ലാം ഓക്കെ അല്ലേ? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? സുധീഷ് പറയുകയാണ്, ഭക്ഷണമല്ലേ സൂപ്പർ ആയിരുന്നു, എന്തെല്ലാം വെറൈറ്റി ഉണ്ട്, അതെല്ലാം ഒന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ സുധീഷ് വിഷമത്തോടുകൂടി മനസ്സിൽ പറയുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പറയണം. ചിരിച്ച് സുധീഷ് പറയുന്നു, പറയാം, ഉറപ്പായിട്ടും പറയാം. ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നിധി കണ്ണടച്ച് നേരെ കിടക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി കിടക്കുകയാണ്. നിധി തിരിഞ്ഞു കിടക്കുന്നു. ഓ, അതും പോയി എന്ന് പറഞ്ഞ് സുധീഷ് വിഷമത്തോടുകൂടി കിടക്കുകയാണ്. പെട്ടെന്ന് നിധി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. സുധീഷ് പുഞ്ചിരിച്ച് പ്രണയത്തോടുകൂടി നിധിയെ തന്നെ നോക്കി കിടക്കുന്നു. തുടർന്ന് ഹരീഷ് നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ പുറത്തിരുന്ന് പഠിക്കുകയാണ് നികേഷ്. അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, രാത്രി ഒരുപാടായില്ലേടാ, വന്ന് കിടക്ക്, നാളെ പഠിക്കാം. അപ്പോൾ നികേഷ് പറയുകയാണ്, ഇല്ല സുഭാഷ് ഏട്ടാ, നാളെ ഒരു എക്സാം ഉണ്ട്, ഞാൻ പഠിച്ചിട്ട് കിടന്നോളാം. കട്ടൻ കാപ്പി വേണ്ടോന്നാ സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, വേണ്ട സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ കിടന്നു, ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്ന് കിടന്നോളാം. ശരിയടാ എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. ശേഷം ഹരീഷിന്റെ ഒപ്പം സുഭാഷ് ഉറങ്ങാനായി കിടക്കുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണവും വാങ്ങി പാട്ടും പാടി വീട്ടിലേക്ക് വരികയാണ് ഭാസ്കരൻ. പുറത്തിരുന്ന് പഠിക്കുന്ന നികേഷ് ഭാസ്കരനെ ശ്രദ്ധിക്കുന്നു. നികേഷിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ റേഡിയോയിൽ ഉറക്ക പാട്ട് വെക്കുകയാണ് ഭാസ്കരൻ. ഒപ്പം ഭാസ്കരനും ഉറക്ക പാട്ട് പാടുന്നു. ഇത് കണ്ട് നികേഷ് പറയുകയാണ്, ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, സൗണ്ട് കുറയ്ക്ക്, നിനക്കെന്താ രാവിലെ പഠിച്ച തല കയറില്ലേന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഞാൻ എപ്പോ പഠിച്ച നിങ്ങൾക്കെന്താ, സൗണ്ട് കുറയ്ക്ക്. ഭാസ്കരൻ ഇത് ശ്രദ്ധിക്കാതെ പാട്ടും കേട്ടിരിക്കുകയാണ്. ദേഷ്യത്തോടുകൂടി അരികിലേക്ക് വന്ന നികേഷ് റേഡിയോ ഓഫ് ചെയ്ത് കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിരുന്ന് പഠിക്കുകയാണ്. ഭാസ്കരൻ പാട്ടും പാടി പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാനായി തുടങ്ങുകയാണ്. നികേഷ് ഭാസ്കരനെ ശ്രദ്ധിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, ചിക്കൻ ഫ്രൈഡ് റൈസാ, നിനക്ക് വേണോ? ചൂടാടാ, കഴിക്ക്. നികേഷ് ഒന്നും മിണ്ടാതെ പുസ്തകത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, എന്നോട് എന്തോ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു, നിന്റെ സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കിയത് കഴിച്ചോ? അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരൻ നിർത്താതെ ചുമയ്ക്കുകയാണ്. നികേഷ് ഇത് ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ഭാസ്കരൻ വെള്ളം എന്ന് പറയുകയാണ്. ഒരു നിമിഷം ഭാസ്കരനെ ഒന്ന് നോക്കിയിരുന്നിട്ട് നികേഷ് വെള്ളം എടുക്കാനായി അകത്തേക്ക് പോകുന്നു. ശേഷം വെള്ളം കൊണ്ടുവന്ന് മുന്നിലേക്ക് വെച്ചിട്ട് നികേഷ് പുസ്തകം എടുത്ത് പഠിക്കാനായി തുടങ്ങുകയാണ്. പരവേശത്തോടുകൂടി ആ വെള്ളം കുടിച്ചതിന് ശേഷം ഭാസ്കരൻ ചോദിക്കുകയാണ്, എടാ, ഒരു മനുഷ്യൻ ഇവിടെ ചുമച്ച് ചാകാൻ തുടങ്ങുമ്പോൾ ഒരല്പം വെള്ളം തന്നൂടെ? വെള്ളം കൊണ്ടുവരുന്നതിന് ഇത്രയും നേരോ? നിന്നോടൊക്കെ കെഞ്ചണോ വെള്ളം എന്ന് പറഞ്ഞ്? നിന്നെയൊക്കെ വിശ്വസിച്ച് ഈ വീട്ടിനുള്ളിൽ കിടക്കാൻ പറ്റുമോ? തലോണ വെച്ച് അമർത്തി കൊന്നാലോ? നിങ്ങളൊക്കെ എന്റെ മക്കളാണോ? കുറച്ചു നേരം കൊണ്ട് എന്റെ ജീവൻ പോയി. അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് ഭാസ്കരൻ. പെട്ടെന്ന് നികേഷ് ഓർക്കുകയാണ് അമ്മയുടെ ഫോട്ടോ കണ്ട് നികേഷ് ഭാസ്കരനെ ചോദ്യം ചെയ്തത്. എന്തിനാണ് ഈ സ്ത്രീ ഈ ഫോട്ടോയിൽ എന്നെ എടുത്തു നിൽക്കുന്നത്? ഭാസ്കരൻ ചോദിച്ചു, നിന്റെ അമ്മ നിന്നെ എടുക്കാതെ വേറെ ആരെയാടാ എടുക്കേണ്ടത്? അതാടാ നിന്റെ അമ്മ, നിന്നെ പ്രസവിച്ച അമ്മ. തുടർന്ന് നികേഷ് അരികിലേക്ക് വരുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ, ജീവനോടെ ഉള്ളത് കൊണ്ട് കഴുത്ത് ചരിച്ച് കൊല്ലാൻ വന്നതാണോ? ഇത് കേട്ട് നികേഷ് ചോദിക്കുകയാണ്, എന്റെ അമ്മ എവിടെയുണ്ട്? ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? അവരെ നിങ്ങൾ കല്യാണം കഴിച്ചാണോ കൂട്ടിക്കൊണ്ടു വന്നത്? ഭാസ്കരൻ ഇത് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, എന്റെ അമ്മ എവിടാ പോയത്? അവര് ജീവനോടെ ഉണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ നിങ്ങള് സുഭാഷ് ഏട്ടന്റെ അമ്മയെ കൊന്നതുപോലെ എന്റെ അമ്മയും കൊന്നു? എന്താ നടന്നതെന്ന് പറയുമോ? അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഒരു മഗ് വെള്ളം കൊണ്ടുവന്നിട്ട് 1.5 ലക്ഷം ചോദ്യങ്ങളാണല്ലോ നീ ചോദിക്കുന്നത്. പറയാൻ പറ്റില്ലടാ, പോടാ. എന്റെ അമ്മയെ പറ്റി എനിക്ക് അറിയണ്ടേ? അമ്മ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, പറയാൻ എനിക്ക് മനസ്സിലടാ, പോടാ. ദേഷ്യത്തോടുകൂടി നികേഷ് ചോദിക്കുന്നു, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? ഇതിട്ട് ഭാസ്കരൻ പറയുകയാണ്, ഈ ചോദ്യം തന്നെയല്ലേ ദിവസവും ചോദിക്കുന്നത്, അപ്പൊ തന്നെ അറിഞ്ഞൂടെ മനുഷ്യനല്ലെന്ന്? പാതിരാത്രി വന്ന് നീ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? നീ പോയി നിന്റെ ജോലി നോക്ക്. ഇത് കേട്ട് കണ്ണു നിറങ്ങിയ ദേഷ്യത്തോടുകൂടി പഠിക്കാനിരിക്കുന്ന നികേഷ് പഠിക്കാനാകാതെ പുസ്തകം മടക്കി വെച്ച് ഓർക്കുകയാണ് അന്ന് അമ്മയുടെ ഫോട്ടോ കണ്ടത്. തുടർന്ന് രാവിലെ ഹരീഷ് പുറത്തു നിന്ന് ബ്രഷ് ചെയ്യുമ്പോൾ ഹരീഷിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ് നീതു. മെസ്സേജ് കണ്ട് സന്തോഷത്തോടു കൂടി ഒന്ന് ആലോചിച്ച് ഹരീഷ് ഫോണിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ കുറച്ചപ്പുറത്തായി വന്ന നികേഷ് ഹരീഷിനെ ശ്രദ്ധിക്കുകയാണ്. ശേഷം സുഭാഷിന്റെ അരികിലേക്ക് ചെന്ന് നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, ഹരീഷ് ഏട്ടൻ എന്താ ഇത്ര രാവിലെ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? എന്തെങ്കിലും ജോലിക്കാരും ആയിരിക്കോടാ, ചായ എടുക്കട്ടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ തല
തലയാട്ടി സംശയത്തോടു കൂടി നിൽക്കുകയാണ് നികേഷ്. ഫോണുമായി കുറച്ചങ്ങോട്ടേക്ക് മാറിയിരുന്ന ചുറ്റും നോക്കി നീതുവിന്റെ മെസ്സേജ് എടുത്ത് നോക്കിക്കൊണ്ട് ഹരീഷ് പറയുകയാണ്, എന്ത് മെസ്സേജ് അയച്ചത് രാവിലെ? ഗുഡ് മോർണിംഗോ? ഗുഡ് മോർണിംഗിന്റെ ഒപ്പം ഒരു ലവും ഉണ്ട്. ഒന്ന് ആലോചിച്ച് ഹരീഷും ഗുഡ് മോർണിംഗ് ടൈപ്പ് ചെയ്യുകയാണ്. നീതു ആകാംക്ഷയോടുകൂടി ഫോണിൽ നോക്കിയിരിക്കുന്നു. ഈ സമയം ഹരീഷിന്റെ പിന്നിലേക്ക് വന്ന നികേഷ് സംശയത്തോടുകൂടി ഹരീഷിനെ ശ്രദ്ധിക്കുകയാണ്. അവള് റെഡ് ഹാർട്ട് അയച്ചിട്ടുണ്ടല്ലോ, ഞാനും റെഡ് ഹാർട്ട് അയച്ചു കൊടുത്താലോ? വേണ്ട. അങ്ങനെ ഹരീഷ് റെഡ് ഹാർട്ട് വേണ്ടെന്ന് വെച്ച് യെല്ലോ ഹാർട്ട് ആക്കുകയാണ്. ഒരു ഹാർട്ട് പോരാ, 2 ഹാർട്ട് വേണമെന്ന് പറഞ്ഞ് ഒരു റെഡ് ഹാർട്ടും കൂടി വെക്കുകയാണ്. ഇത് വേണ്ടെന്ന് പറഞ്ഞ് 2 ഹാർട്ടും വേണ്ടെന്ന് വെക്കുകയാണ് ഹരീഷ്. സംശയത്തോടുകൂടി നീതു മനസ്സിൽ പറയുന്നു, എന്താ കുറെ നേരമായിട്ട് ടൈപ്പിക്കുന്ന കാണിക്കുന്നുണ്ടല്ലോ, ഇത്രയും നേരമായിട്ടും എന്താ ടൈപ്പ് ചെയ്യുന്നത്? നേരി പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം മെസ്സേജ് അയച്ച് പറയാൻ ശ്രമിക്കുകയാണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല ഹരീഷ്. ഹരീഷ് ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ പതിയെ അരികിലേക്ക് ചെന്ന് നികേഷ് ചോദിക്കുന്നു, ഇവിടെ എന്താ നടക്കുന്നത്? ഞെട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് ഫോൺ പിന്നിലേക്ക് പിടിച്ച് ഒന്നുമില്ലെന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഒന്നുമില്ലേ? കുറെ നേരമായിട്ട് ടൈപ്പ് ചെയ്യുന്നു, വേണ്ടാന്ന് വെക്കുന്നു, വീണ്ടും ടൈപ്പ് ചെയ്യുന്നു, നാണം വരുന്നു, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങനെയൊന്നും എല്ലടാന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഹരീഷേട്ടാ ഞാൻ അതെല്ലാം അവിടെ നിന്ന് കാണുകയായിരുന്നു, ഞാൻ വന്നത് പോലും ഹരീഷേട്ടൻ അറിഞ്ഞില്ല. ഒന്ന് മുതലേ ഹരീഷ് പറയുന്നു, ഒന്നുമില്ലടാ, ഒരു വണ്ടിയുടെ കാര്യം മെസ്സേജ് അയക്കുകയായിരുന്നു. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, നികേഷ് എന്താടാ നീ കുറെ നേരം ആയാലോ ഹരീഷിനെ ചോദ്യം ചെയ്യുന്നു, ചായ കുടിക്കടാ ഹരീഷ് എന്ന് പറഞ്ഞ് സുഭാഷ് ചായ കൊടുക്കുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ടൻ ശ്രദ്ധിച്ചോ ഇല്ലയോ? ഹരീഷ് ഏട്ടൻ എപ്പോ നോക്കിയാലും ഫോണുമായിട്ട് നടക്കുന്നത്, ആരുമായിട്ട് സംസാരമൊന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് മുതലേ ഹരീഷ് പറയുകയാണ്, അതൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ബാത്റൂമിന്റെ പണി എപ്പോഴാ തുടങ്ങുന്നത്? അപ്പൊ സുഭാഷ് പറയുന്നു, ബയ്യ നാട്ടിൽ പോയിരിക്കുക, ജോലിക്കാരൊക്കെ വളരെ കുറവാ, ബയ്യ വന്നാലുടൻ നമുക്ക് പണി തുടങ്ങാം. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് സംശയത്തോടുകൂടി നികേഷും സുഭാഷും ഹരീഷിനെ നോക്കുമ്പോൾ ഒന്ന് മുതലേ ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ ഇപ്പൊ വരാമേ, ഒരു വണ്ടിയുടെ കാര്യമാ, ഞാൻ സംസാരിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു ഹരീഷ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. സുഭാഷും നികേഷും ഹരീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നീതു പറയുന്നു, കുറെ നേരമായല്ലോ ടൈപ്പിംഗ് എന്ന് വന്നിട്ട്, പക്ഷെ മെസ്സേജ് ഒന്നും കണ്ടില്ല, എന്ത് ടൈപ്പ് ചെയ്തത്? ഹരീഷ് പറയുകയാണ്, ഗുഡ് മോർണിംഗ് ടൈപ്പ് ചെയ്യുകയായിരുന്നു. ഇത് കേട്ട് നീതു ചോദിക്കുകയാണ്, ഗുഡ് മോർണിംഗ് ആയിരുന്നു ഇത്ര നേരമായിട്ട് ടൈപ്പ് ചെയ്തത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഗുഡ് മോർണിംഗിന്റെ അടുത്ത് എന്ത് വെക്കണമെന്ന് അറിയില്ലായിരുന്നു. എന്തെന്താ നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, നീ ഗുഡ് മോർണിംഗിന്റെ ഒപ്പം ഒരു ഹാർട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ എന്ത് വെക്കണമെന്ന് അറിയില്ലായിരുന്നു. ഇത് കേട്ട് നീതു ചോദിക്കുകയാണ്, അതുകൊണ്ടാണോ മെസ്സേജ് അയക്കുന്നത്? അതേന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സുഭാഷിനെയും നികേഷിനെയും നോക്കുകയാണ് ഹരീഷ്. കസ്റ്റമർ, ഞാൻ കുറച്ചു കഴിഞ്ഞ് നിന്നെ വിളിക്കാമെന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കുകയാണ്, ഇത്ര രാവിലെ നിനക്ക് എന്ത് ജോലിയാ വന്നത്? മര്യാദയ്ക്ക് സംസാരിക്ക്, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ ഹരീഷ് ഫോൺ കട്ട് ചെയ്യുന്നു. നീതു പറയുകയാണ്, ഹലോ ഹലോ, ഇവരൊക്കെ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ചിരിച്ചുകൊണ്ട് സുഭാഷിന്റെയും നികേഷിന്റെയും അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, സമയമായി, ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. അങ്ങനെ ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ മെക്കാനിക്കിന്റെ പോക്കും വരവും ഒന്നും ശരിയല്ല, ഒന്ന് ശ്രദ്ധിച്ചോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, വിടടാ, എപ്പോഴും സീരിയസ് ആയിട്ട് നടക്കുന്ന അവനിപ്പം ചിരിച്ചൊക്കെ കാണുന്നുണ്ടല്ലോ, അത് മതി, വിശ്വസിച്ചോന്ന് പറഞ്ഞ് നികേഷ് അകത്തേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് പിന്നാലെ പോവുകയാണ് സുഭാഷ്. തുടർന്ന് രാവിലെ സുധീഷിനെയും നിധിയെയും കാണാതെ ടെൻഷനോട് കൂടി ഇരിക്കുന്ന രാജീവ് അരുണിനോട് പറയുന്നു, എടാ അരുണെ, നീ അവനെ നിധിയുടെ റൂമിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. അപ്പോൾ അരുൺ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാനാ അച്ഛനും കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, നിധി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ രാജീവ് പറയുന്നു, എടാ സമയം എത്രയായെന്ന് നോക്ക്, ഇതുവരെയായിട്ടും അവൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, നിധിയെയും കാണുന്നില്ല. ഈ സമയം കോഫിയുമായി അവിടേക്ക് വരികയാണ് ഹേമ. രാജീവും അരുണും കോഫി എടുത്ത് കുടിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് അച്ഛാന്ന് പറഞ്ഞ് നിധി അവിടേക്ക് വരികയാണ്. എല്ലാവരും തിരിഞ്ഞ് നിധിയെ നോക്കുമ്പോൾ നിധി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുകയാണ്. രാജീവ് ചോദിക്കുന്നു, മോള് നന്നായി ഉറങ്ങിയോ? നന്നായി ഉറങ്ങി അച്ഛാന്ന് നിധി പറയുമ്പോൾ രാജീവ് പറയുകയാണ്, ഹേമേ നിധിക്ക് കോഫി എടുത്തോണ്ട് വാ. ശരിയെന്ന് പറഞ്ഞ ഹേമ സന്തോഷത്തോടു കൂടി അടുക്കളയിലേക്ക് പോകുമ്പോൾ രാജീവ് പറയുന്നു, മോൾ ഇവിടെ ഇരിക്കുക. ഇത് കേട്ട് നിധി അവിടേക്ക് ഇരിക്കുമ്പോൾ ഹേമ കോഫിയുമായി അവിടേക്ക് വരികയാണ്. കോഫി വാങ്ങിച്ചു കുടിച്ച് നിധി പറയുകയാണ്, അമ്മേ എത്ര മാസമായി അമ്മയുടെ ഈ കോഫി കുടിച്ചിട്ട്? ഹേമ ചോദിക്കുന്നു, നിനക്ക് ആ വീട്ടിലാരും കോഫി ഉണ്ടാക്കി തരില്ലേ? അപ്പൊ നിധി പറയുകയാണ്, അങ്ങനെയല്ലമ്മേ പറഞ്ഞത്, അവിടെ എല്ലാവരും ചായ കുടിക്കുന്നത്, കോഫി അധികം എടുക്കാറില്ല. ഹേമ ചോദിക്കുന്നു, എന്താ നീ കോഫി വേണോന്ന് പറഞ്ഞാൽ പോലും അവര് കോഫി ഉണ്ടാക്കി തരില്ലേ? നിധി പറയുന്നു, ചോദിച്ച തരും അമ്മേ, അമ്മ എങ്ങനെയാണോ കോഫി സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നത് അതേപോലെയാണ് അവിടെ സുഭാഷേട്ടൻ ചായ സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കോഫി ചോദിച്ചിട്ടേ ഇല്ല. അപ്പൊ ഹേമ ചോദിക്കുകയാണ്, അരുണെ സാന്ദ്ര എവിടെ? സാന്ദ്രയ്ക്കുള്ള കോഫിയും കൂടിയാണ് ഞാൻ എടുത്തോണ്ട് വന്നത്. അപ്പോൾ അരുൺ പറയുന്നു, സാന്ദ്ര കുളിക്കുക, ഇപ്പൊ വരും അമ്മേ. നിധി പറയുന്നു, അമ്മേ ഈ കോഫിയും കൂടി ഞാൻ എടുക്കുക. എന്താടി ഈ കോഫിയും കൂടി നീ കുടിക്കാൻ പോവുകയാണോ എന്ന് ഹേമ ചോദിക്കുമ്പോൾ നിധി പറയുന്നു, അതല്ലമ്മ, സുധീഷ് ഇപ്പം എഴുന്നേറ്റ് കാണും, സുധീഷിന് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാ ഞാൻ. ഈ കോഫി ഞാൻ സുധീഷിന് കൊടുത്തിട്ട് വരാം, ചൂടാറുന്നതിന് മുമ്പ് കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞ് നിധി കോഫി എടുക്കുമ്പോൾ ഹേമ പറയുന്നു, നീ നിന്റെ കോഫി കുടിച്ചിട്ട് പൊടി, വന്നിട്ട് കുടിക്കാന്ന് പറഞ്ഞ് കോഫി അവിടെ വെച്ച് സുധീഷിനുള്ള കോഫിയുമായി ബെഡ്റൂമിലേക്ക് പോവുകയാണ് നിധി. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് രാജീവും ഹേമയും അരുണുമെല്ലാം. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്